നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അതിൽ നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് 5 കിങ്ഡമാണ്. ലൈഫിൻ്റെ 5 വ്യത്യസ്ത കിങ്ഡങ്ങൾ. ആദ്യകാലങ്ങളിൽ 2 കിങ്ഡമായിട്ടായിരുന്നു തിരിച്ചിരുന്നത്. ഒന്ന് പ്ലാന്റ്സും മറ്റൊന്ന് ആനിമൽസും. 1969 വിറ്റാക്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ബാക്ടീരിയയും അതേപോലെ ബാക്ടീരിയ പ്ലാന്റ് കിങ്ഡത്തിലോ അല്ലെങ്കിൽ പ്രോട്ടോസോവ എന്ന് പറയുന്ന ആനിമൽ കിങ്ഡത്തിലൊന്നും പെട്ടതല്ല എന്നൊക്കെ പറയുകയും അയാൾ 5 വ്യത്യസ്ത കിങ്ഡങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തു. 2 കിങ്ഡത്തിന് പകരം അയാളുടെ ക്ലാസിഫിക്കേഷൻ 5 കിങ്ഡങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് ഫസ്റ്റ് കിങ്ഡം മൊണേറ എന്ന് പറയപ്പെടുന്നതാണ്. സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ്. വെൽ ഫോംഡ് ന്യൂക്ലിയസ്. നമ്മൾ പ്രോകാറിയോട്ട് എന്ന് പറയുന്ന സാധനമാണ് കിങ്ഡം 1 പെടുക. കിങ്ഡം 2 പ്രോട്ടോക്ടിസ്റ്റ അല്ലെങ്കിൽ പ്രോട്ടിസ്റ്റ എന്ന് പറയുന്ന കിങ്ഡമാണ്. അതിൽ സിംഗിൾ സെൽഡ് വിത്ത് വെൽ ഫോംഡ് ന്യൂക്ലിയസ്. യൂക്കാറിയോട്സ് സിംഗിൾ സെല്ലാണ്, പക്ഷെ വെൽ ഫോംഡ് ന്യൂക്ലിയസ് ഉണ്ടാകും. അതാണ് കിങ്ഡം 2ൻ്റെ പ്രത്യേകത. കിങ്ഡം 3 ഫംഗികളാണ്. കിങ്ഡം 3 ഫംഗിയാണ്. അതിൽ യൂക്കാറിയോട്സ്, മൾട്ടിസെൽഡ് സപ്രോട്രോഫ്സ്. ഫംഗി നമ്മൾ മഷ്റൂമൊക്കെ അല്ലേ, കൂണ് പോലുള്ള മഷ്റൂമൊക്കെ പോലുള്ള സാധനമാണ് അതിൽപ്പെടുക. കിങ്ഡം 4 കിങ്ഡം പ്ലാന്റ് ആണ്. അതിൽ സസ്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുക. യൂക്കാറിയോട്സ്, മൾട്ടിസെൽഡ് ഓട്ടോട്രോഫ്സ് ആണ് കിങ്ഡം 4. കിങ്ഡം 5 നമ്മളൊക്കെ പെടുക. കിങ്ഡം ആനിമാലിയ. അതിൽ നമ്മൾ പൂച്ച, മനുഷ്യൻ, എർത്തുവം തുടങ്ങിയ സാധനങ്ങളൊക്കെ അതിൽപ്പെടും. യൂക്കാറിയോട്സ് ആണ്, മൾട്ടിസെൽഡ് ആണ്, അതേപോലെ തന്നെ ഹെട്രോട്രോഫ്സ് ആണ്. ഇതാണ് 5 കിങ്ഡങ്ങൾ. അപ്പോൾ മൊത്തം ജീവജാലങ്ങളെ ഈ 5 കിങ്ഡത്തിൽ ഉൾപ്പെടുത്താണ് ഈ വിറ്റാക്കർ ചെയ്തിട്ടുള്ളത്. ഇനി ഈ കിങ്ഡങ്ങൾ തന്നെ പിന്നീട് നമ്മൾ പല സെപ്പറേഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. കിങ്ഡം കഴിഞ്ഞു, പിന്നെ ഫൈലം ഉണ്ടാവും, അതേപോലെ വ്യത്യസ്ത ഓർഡറുകൾ ഉണ്ടാവും, ജെനസ് ഉണ്ടാവും, സ്പീഷീസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ പല പല ക്ലാസ്സുകളാക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി എങ്ങനെയാണ് ഈ ഓർഗാനിസംസിനൊക്കെ പേര് കൊടുക്കുന്നതെന്നാണ്. ഓരോ ലാംഗ്വേജിലും ഓരോ പേരുണ്ടാവും. അതിന് പുറമെ ഒരു സയൻറ്റിഫിക് നെയിമും ഉണ്ടാവും. ഉദാഹരണത്തിന് പറയുന്നത് മാംഗോ. ഇംഗ്ലീഷിൽ മാംഗോ എന്ന് പറയും, നമ്മൾ മാങ്ങ എന്ന് പറയും അല്ലേ. ഓരോ ഭാഷയിലും മാങ്ങക്ക് അല്ലെങ്കിൽ പൂച്ചക്ക് അല്ലെങ്കിൽ ഓരോ ജീവിക്കും ഓരോ വ്യത്യസ്ത പേരുകൾ ഉണ്ടാവും. എന്നാൽ ഇതിനെല്ലാം കോമൺ ആയിട്ടൊരു സയൻറ്റിഫിക് നെയിം ഉണ്ടാവും. മാംഗിഫെറ ഇൻഡിക്ക എന്നാണ് മാംഗോ എന്ന് പറയുന്നത് നമ്മൾ മാങ്ങയുടെ സയൻറ്റിഫിക് നെയിം. അതേപോലെ നമ്മളെ സയൻറ്റിഫിക് നെയിം എന്ന് പറഞ്ഞാൽ ഹോമോസാപ്പിയൻസ് ആണ്. അപ്പോൾ സയൻറ്റിഫിക് നെയിം നമ്മൾ കൊടുക്കുന്നത് അതിൽ ആദ്യത്തെ ടേം അത് ജനസിനെയും രണ്ടാമത്തെ സ്പീഷീസിനെയുമാണ് സൂചിപ്പിക്കുക. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്ത് ആർക്കും ഇത് മനസ്സിലാവും. കാരണം ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് നെയിമാണ്. അതുകൊണ്ട് തന്നെ മാംഗിഫെറ ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം എന്നുള്ളത് എല്ലാവർക്കും അറിയും. അതേസമയം നമ്മൾ മാങ്ങ എന്ന് പോയിട്ട് വേറൊരു സ്ഥലത്ത് പറഞ്ഞാൽ അവർ മാങ്ങ എന്നായിക്കൂല എന്ന് പറയാം, വേറെ എന്തെങ്കിലേക്കും പറയാം. മനസ്സിലായല്ലോ. ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ഓൾ ഓവർ ദി വേൾഡ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 വേർഡ്സ്. ഇതിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 വേർഡ്സ്. 2 വേർഡ് ഉണ്ടാവും. നെയിം ഓഫ് ദ ജെനസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ടു ബിഗിൻ വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് നെയിം ഓഫ് ദ സ്പീഷീസ് ടു വിച്ച് ഇറ്റ് ബിലോങ്സ് ബിഗിൻസ് വിത്ത് എ സ്മോൾ ലെറ്റർ. ഓക്കെ. അപ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു ജെനിസിൻ്റെ നെയിം ഉണ്ടാവും. അതേപോലെ സ്മോൾ ലെറ്റർ കൊണ്ട് തുടങ്ങിയിട്ട് സ്പീഷീസിൻ്റെ നെയിം ഉണ്ടാവും. ഒരു ഉദാഹരണം, നമ്മുടെ പൂച്ചയുടെ പേര് ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നാണ്. പൂച്ചയുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നാണ്. ഇതിൽ ഈ ഫെലിസ് എന്ന് പറയുന്നതിൻ്റെ ജെനിസാണ്, ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നതിൻ്റെ സ്പീഷീസുമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഫെലിസ് എന്ന് പറയുന്നതിൻ്റെ എഫ് ക്യാപിറ്റൽ ആയിരിക്കണം, ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നതിൻ്റെ ഡി സ്മോൾ ലെറ്റർ ആയിരിക്കണം. സയൻറ്റിഫിക് നെയിം ഈസ് ഓൾവേസ് റിട്ടൺ ഐദർ ഇൻ ഇറ്റാലിക്സ് ഓർ അണ്ടർലൈൻഡ്. എഴുതുമ്പോൾ എപ്പോഴും ഒന്നുകിൽ ഇറ്റാലിക്സിൽ എഴുതണം അല്ലെങ്കിൽ അണ്ടർലൈൻഡ് അടിവര ഇട്ടുകൊണ്ട് എഴുതണം. ഈ 2 രീതിയിലാണ് ഇത് എഴുതേണ്ടത്. പിന്നെ മറ്റൊന്ന്, ഹാവിങ് 2 നെയിംസ് ഇസ് ദ ബൈനോമിയൽ സിസ്റ്റം ഓഫ് ദി നോമൻക്ലേച്ചർ. പേര് കൊടുക്കുന്നതിൻ്റെ ബൈനോമിയൽ സിസ്റ്റമാണ് ഈ 2 പേര് കൊടുക്കുക എന്നുള്ളത്. ബൈനോമിയൽ നിങ്ങൾ കേട്ടതാണല്ലോ. അത്
18ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ബൈനോമിയൽ സിസ്റ്റത്തിൽ പേര് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സയൻറ്റിഫിക് നെയിം ഓരോ ജീവികൾക്കും വ്യത്യസ്ത രീതിയിൽ കൊടുക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഹൂ ഇൻ ദി ലിവിങ് വേൾഡ്സ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ് ആൻഡ് ആനിമാലിയ, അതാണ് നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. കിങ്ഡം മൊണേറയിൽ പെടുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞു, മൈക്രോസ്കോപ്പിക് ആയ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ്. സെൽ വാൾ ഉണ്ടാവും, പക്ഷേ ന്യൂക്ലിയസ് ഉണ്ടാവില്ല. എല്ലാ ബാക്ടീരിയകളും കിങ്ഡം മൊണേറയിലാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻക്ലൂഡ് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് വിത്ത് വെൽ ഫോംഡ് ന്യൂക്ലിയസ്. അമീബ, മലേറിയ, പാരസൈറ്റ്, ക്ലാമിഡോമോണസ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇതിൽപ്പെടുക. കിങ്ഡം ഫംഗിയിൽ ഇൻക്ലൂഡ്സ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ദി ബോഡി ഈസ് മെയ്ഡ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ഫൈൻ ത്രെഡ്സ് കോൾഡ് ഹൈഫേ. അങ്ങനെയുള്ള ജീവികളാണ് നമ്മൾ പെടുക. ഫംഗി ഫീഡ് ഓൺ ഡെഡ് ഡീക്കേയിങ് മാറ്റർ, സബ്പ്രോട്രോപ്സ് ആണ്. മഷ്റൂം, ഈസ്റ്റ്, ബ്രെഡ് മൗൾഡ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് കിങ്ഡം ഫംഗിയിൽ വരിക. പിന്നെയുള്ള കിങ്ഡം പ്ലാന്റ് ആണ്. ഇൻക്ലൂഡ്സ് മൾട്ടി സെല്ലുലാർ യൂക്കാറിയോട്സ് വിത്ത് സെല്ലുലോസ്, സെൽവാൾ ആൻഡ് ക്ലോറോഫിൽ പ്രസന്റ് ഇൻ ദെയർ സെൽസ്. നമ്മൾ സസ്യങ്ങൾ എന്നർത്ഥം. അതിൽ എന്തുണ്ടാവും? സെല്ലുലോസ് ഉണ്ടാവും, സെൽവാൾ ഉണ്ടാവും, അതേപോലെ തന്നെ ക്ലോറോഫിൽ ഉണ്ടാവും. ഓട്ടോട്രോഫ്സ് ദസ് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ്. ഓട്ടോട്രോഫ്സ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടക്കും. അടുത്ത കിങ്ഡം ആനിമാലിയാണ്. Includes organisms with the following characteristics: multicellular eukaryotes, heterotrophic, so feed on plants or other animals, possesses special organs for locomotion or movement from one place to another, possesses nervous system with sense organs. Okay, അതായത് എല്ലാ നിലക്കും ഡെവലപ്ഡ് ആയ ജീവി എന്നർത്ഥം. മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആയിരിക്കും. ഹെട്രോട്രോപ്സ് ആണ്, മറ്റു ജീവജാലങ്ങളെ കഴിക്കും, നമ്മളൊക്കെ പോലെ. പിന്നെ നനക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പ്രത്യേക ഓർഗനുകൾ ഉണ്ടാവും. അതേപോലെ നെർവസ് സിസ്റ്റം ഉണ്ടാവും, നമ്മളെ നെർവസ് സിസ്റ്റം, സെൻസ് ഓർഗൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ജീവികളാണ് നമ്മൾ കിങ്ഡം ആനിമാലിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ കിങ്ഡം പ്ലാന്റ് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആൽഗ ഉണ്ട്, ബ്രയോഫൈറ്റ് ഉണ്ട്, ടെറിഡോഫൈറ്റ് ഉണ്ട്, അതേപോലെ സ്പെർമാറ്റോഫൈറ്റ്, അങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിന് വീണ്ടും നമ്മൾ സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഏരിയയിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഞാൻ ഇത് സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇനി കൺസേർവിങ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളൊരു ഏരിയ കൂടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത്. നമ്മളെ ഈ ബയോഡൈവേഴ്സിറ്റി നമ്മൾ കൺസേർവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ കൺസേർവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ഇതിൽ പല ജീവജാലങ്ങളും നശിച്ചു പോകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ജീവി വർഗം ഭൂമിയിൽ നിന്ന് നശിച്ചു പോയാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടാവും, അതവിടെ നിൽക്കും. അത് നിൽക്കുന്നതോടുകൂടെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഭൂമിയിൽ വരാം, മറ്റുള്ള ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ ഹെറിറ്റേജ്, ഓക്കെ, അത് നമ്മൾ കീപ്പ് ചെയ്യുക തന്നെ വേണം. നമ്മളുടെ രാജ്യത്ത് കണ്ടുവരുന്ന ജീവജാലങ്ങൾ, സസ്യങ്ങൾ, അതിനൊക്കെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ ഇത് പറഞ്ഞു, റോൾ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ മെയിൻറ്റെയിനിങ് ഹാർമണി ഇൻ നേച്ചർ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്തുന്നതിന് ബയോഡൈവേഴ്സിറ്റി വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, വനങ്ങൾ നശിപ്പിക്കുന്നതിനനുസരിച്ച് മഴ കുറയും, മഴ കുറയുന്നതിനനുസരിച്ച് ഒരു പ്രദേശം മരുഭൂമിയായി മാറും. നമ്മുടെ എക്കോസിസ്റ്റത്തിലെ മരുഭൂമി എന്ന് പറയുന്നത് ആവശ്യമുള്ള സാധനമാണ്. ഓരോ ഘടകങ്ങളും ആവശ്യമാണ്. പക്ഷെ അതിനൊരു നിശ്ചിതമായ ഒരു രൂപ ഉണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം വരും. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം ലോസ് നമ്മൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ മനുഷ്യൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഭൂമി കയ്യേറിയും മറ്റും വീടുകളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ടാക്കും, റോഡുകൾ ഉണ്ടാക്കും. അപ്പം അതിനനുസരിച്ച് പിന്നെ ഭൂമിയിൽ മനുഷ്യൻ്റെ ആധിപത്യം കൂടുന്നതിനനുസരിച്ച് മറ്റ് ജീവജാലങ്ങൾ നശിച്ചുകൊണ്ട് വെക്കും, സസ്യങ്ങൾ നശിച്ചുകൊണ്ട് വെക്കും. അപ്പോൾ അതിനനുസരിച്ച് ബയോഡൈവേഴ്സിറ്റി ഡാമേജ് ആകും. അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളം നിയമങ്ങളുണ്ട്. ഇപ്പോൾ
വനപ്രദേശങ്ങളിൽ നമുക്ക് കയ്യേറാൻ പറ്റില്ല, വന്യജീവികളെ നശിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ നിയമങ്ങൾ കൊണ്ടുവരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ബയോഡൈവേഴ്സിറ്റി നശിച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഈ ചാപ്റ്ററിൻ്റെ ഒരു മോറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബയോഡൈവേഴ്സിറ്റി അനാവശ്യമായിട്ട് നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ നശിപ്പിച്ച സസ്യങ്ങൾക്ക് പകരം നമ്മൾ സസ്യങ്ങൾ നടണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഒരു ജീവിയെയും അനാവശ്യമായിട്ട് നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ കവർ ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം.